ഇംഗ്ലീഷിൽ മോഡ്യൂൾ 8 ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് സ്കൂൾസിൽ ബിഹേവിയറിസം, കൊഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം എന്നീ മൂന്നെണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ബിഹേവിയറിസത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ബിഹേവിയറൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ തുടക്കം കുറിച്ചതാരാണ്? ബിഹേവിയറിസ്റ്റ് സ്കൂൾ വാട്സൺ ആണ്. അത് ഡെവലപ്പ് ചെയ്തത് പാവ്ലോവും ഇ.എൽ. തോണ്ടേക്കും ബി.എഫ്. സ്കിന്നറും കൂടിയാണ്. അതിനകത്ത് തന്നെയും പാവ്ലോവും തോണ്ടേക്കുമാണ് കുറേ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. വാട്സൺ ആണെങ്കിൽ അവരുടെ തിയറീസ് എല്ലാം പെർഫെക്ഷൻ കൊടുത്ത ഒരാളാണ്. സ്കിന്നർ ആണെങ്കിൽ അതിനെ എവിടെ അപ്ലൈ ചെയ്തു? ലാംഗ്വേജ് അക്വിസിഷനകത്ത് അപ്ലൈ ചെയ്തു. ദ പ്രസൻറ്റ് ടീച്ചിങ് ലേണിംഗ് മെത്തഡോളജി ഈസ് ഹെവിലി ബേസ്ഡ് ഓൺ ബിഹേവിയറിസ്റ്റ് അസംഷൻസ്. നമ്മളിപ്പോൾ നിലവിലുള്ള ടീച്ചിങ് ലേണിംഗ് മെത്തഡോളജി കൂടുതലായിട്ടും ആശ്രയിച്ചിരിക്കുന്നത് ഏത് അസംഷൻസിനെയാണ്? ബിഹേവിയറിസ്റ്റ് അസംഷൻസിനെയാണ്. ഇനി തോണ്ടേക്കിൻ്റെ ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളേ. അതെങ്ങനെ ലാംഗ്വേജ് അക്വിസിഷനിൽ കണക്ട് ചെയ്യാൻ പറ്റും? ലോ ഓഫ് റെഡിനെസ്, അത് നമ്മൾ നോക്കുന്നത് ലോ ഓഫ് റെഡിനെസ് ആണ്. അതെന്താണ്? ദ ലേണർ മസ്റ്റ് ബി വില്ലിങ് ടു ലേൺ ഫോർ ലേണിംഗ് ടു ബി എഫക്റ്റീവ്. ഒരു കുട്ടി പഠിക്കാൻ സന്നദ്ധനായിരിക്കുമ്പം പഠിപ്പിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ലേണിംഗ് കൂടുതൽ ഫലവത്തായിട്ട് മാറത്തുള്ളൂ. ലോ ഓഫ് എക്സസൈസ് പറയുന്നത് എന്താ? പ്രാക്ടീസ്, ഡ്രിൽ ആൻഡ് റെപ്പറ്റീഷൻ വിൽ റീഇൻഫോഴ്സ് ലേണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ലേണിംഗ് വിൽ ബി എഫക്റ്റീവ്. കൂടുതൽ പ്രാക്ടീസിലൂടെ, ഡ്രില്ലുകളിലൂടെ, റെപ്പറ്റീഷനിലൂടെയൊക്കെ ഈ ലേണിംഗ് എക്സ്പീരിയൻസ് നമുക്ക് റീഇൻഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത്തരം സാഹചര്യത്തിലും എന്ത് വരുന്നുണ്ട്? ലേണിംഗ് എഫക്റ്റീവായി മാറുന്നുണ്ട്. ഇനി ലോ ഓഫ് എഫക്റ്റ് പറയുന്നത് എന്താ? ലേണിംഗ് വിൽ ബി എഫക്റ്റീവ് ഓൺലി ഇഫ് ഇറ്റ് ഗിവ്സ് എ പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ടു ദ ചൈൽഡ്. കുട്ടിക്കൊരു പ്ലസൻറ്റ് എക്സ്പീരിയൻസ് കൊടുത്താൽ മാത്രമേ ലേണിംഗ് എഫക്റ്റീവ് ആയി നടക്കത്തുള്ളൂ. നമുക്ക് ചുരുക്കത്തിൽ പറയാം, ലേണിംഗ് ഈസ് എ മെക്കാനിക്കൽ പ്രോസസ്, ഹാബിറ്റ് ഫോർമേഷൻ. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലുള്ള സംഭവിക്കുന്ന ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയാം. അതിനകത്ത് ഇതിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന, എഫക്റ്റീവ് ലേണിങ്ങിന് കൂടുതലായി പ്രൊമോട്ട് ചെയ്യുന്നതാണ് റെഡിനെസ്സും പ്ലസൻറ്റ് എക്സ്പീരിയൻസും. ഇനി സ്കിന്നറിൻ്റെ തിയറി ഓഫ് ഒപ്പേറൻ്റ് കണ്ടീഷനിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ മറ്റൊരു പേരെന്താ? കണ്ടീഷൻസ് റെസ്പോണ്ട് തിയറി. ഇതാരാ കൊണ്ടുവന്നത്? ബി.എഫ്. സ്കിന്നർ. അത് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം? അതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എവിടെ? ഹ്യൂമൻ ലാംഗ്വേജ് അക്വിസിഷനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് വേർബൽ ബിഹേവിയർ. അതിനകത്ത് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുണ്ട് ലാംഗ്വേജ് ലേണിംഗ് ഈസ് ഫോമിങ് യുവർ ബിഹേവിയർ. ലാംഗ്വേജ് ലേണിംഗ്, ഭാഷാ പഠനം എന്ന് പറയുന്നത് നമ്മളൊരു സ്വഭാവ രൂപീകരണം തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി ബിഹേവിയറിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? എക്സെപ്റ്റ് ബൈ എക്സ്റ്റേണൽ ഒബ്സർവേഷൻ നത്തിങ് ക്യാൻ ബി നോൺ. നമ്മൾ ചുറ്റുപാടിനെ കുറിച്ചൊന്നും നോക്കിയില്ല, അല്ലെങ്കിൽ ഒന്നും നിരീക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും അറിയാതെ പോകും. രണ്ടാമത്തെ പോയിൻ്റ് എന്താ? ബിഹേവിയർ ഈസ് സബ്ജക്റ്റ് ടു ഒബ്സർവേഷൻ. അതൊരു നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനെ റിലേറ്റ് ചെയ്തിരിക്കും. ലിംഗ്വിസ്റ്റിക് ബിഹേവിയർ ഈസ് എ ഹാബിറ്റ് ലൈക്ക് എനി അതർ ഹാബിറ്റ്. നമ്മുടെ മറ്റേതൊരു ശീലം പോലെയും ഒന്ന് തന്നെയാണ് ലിംഗ്വിസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ ഹാബിറ്റ്സ്, ശീലങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഹാബിറ്റ്സ് ആർ ഫോംഡ് ബൈ ഇമിറ്റേഷൻ ആൻഡ് റെപ്പറ്റീഷൻ. നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ? വലിയ ആൾക്കാർ കാണിക്കുന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്തും പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തൊക്കെയാണ് ഈ ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ പഠിക്കാൻ തന്നെ ആണെങ്കിൽ ഒരു ദിവസം 1 hour പഠിച്ചു, അടുത്ത ദിവസം കുറച്ച് കൂട്ടിക്കൊണ്ട് വന്നു, അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ആണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഹാബിറ്റ്സ് ആർ ഡെഫിനറ്റ്ലി എ മാറ്റർ ഓഫ് സ്റ്റിമുലസ് റെസ്പോൺസ്. നമുക്കറിയാമല്ലേ, സ്റ്റിമുലസിനനുസരിച്ചുള്ള റെസ്പോൺസ് ഉണ്ടാവുന്നത്, അത് സ്റ്റിമുലസ് റെസ്പോൺസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ലാംഗ്വേജ് ലേണിംഗ് ഈസ് എ മെക്കാനിക്കൽ പ്രോസസ്, എ പ്രോസസ് ഓഫ് ഹാബിറ്റ് ഫോർമേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. അതിനകത്ത് എന്താണ്? ഹാബിറ്റ് ഫോർമേഷനും എക്സ്പീരിയൻസ്, അതിൻ്റെ ഒരു പ്രോസസ്സാണ് കടന്നു വരുന്നത്. ഇനി ഈ ബിഹേവിയറിസത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കുട്ടികളുടെ മൈൻഡിനെ ഒരു ടാബുലാ റാസ എന്ന് വെച്ചാൽ ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ലാംഗ്വേജ് ലേണിംഗ് എബിലിറ്റി ഈസ് പാർട്ട് ഓഫ് ജനറൽ എബിലിറ്റി. നമുക്ക് പൊതുവായിട്ടുള്ള എബിലിറ്റികൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ലാംഗ്വേജ് ലേണിംഗ് എബിലിറ്റി. ഇനി ക്രിട്ടിക്കൽ വ്യൂസ് എന്തൊക്കെയാണ്? ബിഹേവിയറിസം അപ്രോക്സിമേറ്റ്സ് മാൻ ടു ഓട്ടോമേഷൻസ്, റോബോട്ട്സ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്ത് കണ്ടെത്തുന്നു. അങ്ങനെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വേറെ ഒരു റോബോട്ടിക് ആക്കി മാറ്റുന്ന ഇതാണ് ബിഹേവിയറിസം എന്നാണ് ക്രിട്ടിക്കൽ വ്യൂ. ഇറ്റ് ഡിസ്റിഗാർഡ്സ് മാൻസ് എബിലിറ്റി ടു തിങ്ക് ആൻഡ് ഡിസ്ക്രിമിനേറ്റ്. എന്ത് ചെയ്യുന്നു? മനുഷ്യൻ്റെ ചിന്തിക്കാനും അല്ലെങ്കിൽ വിവേചനപരമായിട്ട് കാര്യങ്ങൾ കാണാനും ഉള്ള കാര്യങ്ങളെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. It tends to explain descriptive and imaginative uses of language mostly on physical aspect than on memory traces and mental processes.
കൂടുതലായിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് ഇമാജിനേറ്റീവായിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്ത് കൊടുക്കുവാണ്. മെമ്മറി ട്രേസസിനും മെൻ്റൽ പ്രോസസ്സിനും ഒന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. പിന്നെന്താ പറയുന്നത്, ചോംസ്കി ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ബിഹേവിയറിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇറ്റ് റോബ്സ് മാൻ ഓഫ് ഹിസ് എസെൻഷ്യൽ ക്വാളിറ്റി. മനുഷ്യൻ്റെ തനതായിട്ടുള്ള ക്വാളിറ്റികളെല്ലാം മോഷ്ടിച്ചെടുക്കുന്ന ഒന്നാണ് ബിഹേവിയറിസം എന്നാണ് ചോംസ്കിയുടെ അഭിപ്രായം. ഇറ്റ് ഈസ് കൺസേൺ ഓൺലി വിത്ത് ദ സർഫസ് അസ്പെക്ട് ലീവിങ് ദ കോർ പ്രോബ്ലം അൺടച്ച്ഡ്. അത് നമ്മൾ സർഫസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൺസേൺ ചെയ്ത് പോകുന്നുള്ളൂ. അതിൻ്റെ കോറായിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങോ അല്ലെങ്കിൽ പ്രോബ്ലംസിനെ ഒന്നും അത് ടച്ച് ചെയ്യുന്നത് പോലും ഇല്ല. ഇറ്റ് ഫെയിൽസ് ടു അക്കൗണ്ട് ഫോർ ദ കോംപ്ലക്സിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ഓഫ് ലാംഗ്വേജ്. എന്താണ്, ലാംഗ്വേജിനകത്ത് തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡ് അങ്ങനത്തുള്ള കാര്യങ്ങളിലോ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിലോ അതിലെല്ലാം എന്ത് ഫെയിലായി പോകുന്നുണ്ട്, ഈ ബിഹേവിയറിസം എന്ന് പറയുന്ന അപ്രോച്ച് ഫെയിലായി പോകുന്നുണ്ട്. ഇതാരുടെ അഭിപ്രായമാണ്? ചോംസ്കിയുടെ അഭിപ്രായമാണ്. ബിഹേവിയറിസത്തെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ബിഹേവിയറിസ്റ്റ് സ്കൂൾ ഓഫ് ആർട്സും തുടക്കമിട്ടു. അത് ഡെവലപ്പ് ചെയ്തത് പാവ്ലോവും ഇ.എൽ. തോണ്ടേക്കും ബി.എഫ്. സ്കിന്നറുമാണ്. അതിൽ പാവ്ലോവ് തോണ്ടേക്ക് ഇവർ രണ്ടുപേരുമാണ് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയത്. വാട്സനാണെങ്കിൽ അതിൽ തിയറീസിന് പെർഫെക്ഷൻ കൊടുത്തു. സ്കിന്നർ അതിനെ ലാംഗ്വേജ് അക്വിസിഷനകത്ത് അപ്ലൈ ചെയ്തു. നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റ് ടീച്ചിങ് ലേണിംഗ് മെത്തഡോളജി കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ബിഹേവിയറിസ്റ്റ് അസംഷൻസിനെയാണ്. ഈ തോണ്ടേക്കിൻ്റെ ലോസ് ഇല്ലേ, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റ്, അത് നമ്മൾ ഈ ലാംഗ്വേജ് അക്വിസിഷനകത്ത് ഇവോൾവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് ലോ ഓഫ് റെഡിനെസ് പറയുന്നത് എന്താ? ഒരു കുട്ടി പഠിക്കാൻ സന്നദ്ധനാണെങ്കിൽ മാത്രമേ പഠനം ഫലപ്രദമായി നടക്കത്തുള്ളൂ. ലോ ഓഫ് എക്സസൈസ് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, ഡ്രില്ലിലൂടെ, റെപ്പറ്റീഷനിലൂടെയൊക്കെയാണ് ലേണിംഗ് എഫക്റ്റീവായി മാറുന്നത്. എഫക്റ്റ് പറയുന്നത് എന്താ? ലോ ഓഫ് എഫക്റ്റ്, ലേണിംഗ് വിൽ ബി എഫക്റ്റീവ് ഓൺലി ഇഫ് ഇറ്റ് ഗീവ്സ് എ പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ടു ദ ചൈൽഡ്. നല്ലൊരു എക്സ്പീരിയൻസ്, പ്ലസൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കുട്ടിക്ക് കൊടുത്താൽ മാത്രമേ ലേണിംഗ് എഫക്റ്റീവായി മാറത്തുള്ളൂ. നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ഒരു മെക്കാനിക്കൽ പ്രോസസ്സോ ഹാബിറ്റ് ഫോർമേഷനാണ്. നമ്മൾ പ്രിൻസിപ്പൾസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുട്ടി എന്താണ്, റെഡിനെസ്സും പ്ലസൻ്റ് എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അതെന്തോ എഫക്റ്റീവ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒപ്പാരൻ്റ് കണ്ടീഷനിങ് തിയറിയെക്കുറിച്ചാണ് പറയുന്നത്. ബി.എഫ്. സ്കിന്നർ, അദ്ദേഹത്തിൻ്റെ ഒപ്പാരൻ്റ് കണ്ടീഷനിങ് തിയറി, അതിന് മറ്റൊരു പേരാണ് എന്താണ്, കണ്ടീഷൻസ് റെസ്പോൺസ് തിയറി. അത് നമ്മൾ ഹ്യൂമൻ ലാംഗ്വേജ് അക്വിസിഷനകത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബി.എഫ്. സ്കിന്നറിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് വേർബൽ ബിഹേവിയർ. അതിനകത്ത് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുണ്ട് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഫോമിങ് ഓഫ് ബിഹേവിയർ തന്നെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ പ്രിൻസിപ്പൾസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ചുറ്റുപാട് നിരീക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ തന്നെ ഒബ്സർവേഷൻ ആണെന്നും, ലിംഗ്വിസ്റ്റിക് ബിഹേവിയർ ഒരു ഹാബിറ്റ് ആണെന്നും, മറ്റേതൊരു ഹാബിറ്റിനെ പോലൊരു ഹാബിറ്റാണ് ലിംഗ്വിസ്റ്റിക് ബിഹേവിയർ എന്നും, പിന്നെ ഹാബിറ്റ്സ് ഉണ്ടാകുന്നത് ഇമിറ്റേഷനിലൂടെ, റെപ്പറ്റീഷനിലൂടെ ആണെന്നും, സ്റ്റിമുലസ് റെസ്പോൺസിനെ മാറ്റർ ചെയ്താണ് ഹാബിറ്റ്സ് പോകുന്നതെന്നും, ലേണിംഗ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. അതിനകത്ത് എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്? ഹാബിറ്റ് ഫോർമേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും പ്രോസസ്സാണ് നടക്കുന്നത്. പിന്നെ കുട്ടി എന്ന് പറയുന്നത് ടാബുലാ റാസയാണ്. ആ ടേം ഓർത്തിരിക്കണേ. എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് സ്ലേറ്റ് ആണ്. നമ്മൾ എന്താണോ അതിനകത്ത് ഇംപ്രിൻ്റ് ചെയ്യുന്നത് അതാണ് അതിനകത്ത് ആ കുട്ടിയിൽ സംഭവിക്കുന്നത്. ആ കുട്ടി സ്വന്തമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല, ഒബ്സർവ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, അങ്ങനത്തുള്ള കാര്യങ്ങളാണ് ബിഹേവിയറിസം പറയുന്നത്. ഏതൊരു ജനറൽ എബിലിറ്റിയും പോലെ ലാംഗ്വേജ് ലേണിംഗ് എബിലിറ്റിയും എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്, ജനറൽ എബിലിറ്റിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിന് കുറേ നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ വ്യൂസ് എന്തൊക്കെയാണ്? ബിഹേവിയറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെപ്പറ്റീഷനിലൂടെയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, ചുറ്റുപാടിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നു, സ്വന്തമായിട്ടുള്ള ചിന്തകളൊന്നും കടന്നു വരുന്നില്ല. അപ്പം മനുഷ്യനെ എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? റോബോട്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെന്താ ചെയ്യുന്നത്? ഡിസ്റിഗാർഡ് ചെയ്യുകയാണ് മനുഷ്യൻ്റെ എബിലിറ്റി, മനുഷ്യന് ചിന്തിക്കാനും വിവേചനപൂർവ്വമായിട്ട് ചിന്തിക്കാനൊക്കെയുള്ള കഴിവിന് അതിനൊന്നും ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. പിന്നെന്താണ്? ടെൻസ് ടു എക്സ്പ്ലെയിൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇമാജിനേറ്റീവ് യൂസസ് ഓഫ് ലാംഗ്വേജ് മോസ്റ്റ്ലി ഓൺ ഫിസിക്കൽ ആസ്പെക്ട്സ് ദാൻ ഓൺ മെമ്മറി ട്രേസസ് ആൻഡ് മെൻ്റൽ പ്രോസസ്സ്. മെമ്മറി ട്രേസസിനോ മെൻ്റൽ പ്രോസസ്സോ അങ്ങനത്തുള്ള ആസ്പെക്ട്സിനൊന്നും ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. വെറുതെ എന്ത് ചെയ്യുന്നു? എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു. അങ്ങനത്തുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പിന്നെ ചോംസ്കി ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു 3 പോയിൻറ്റും കൂടെ ഓർത്ത് വെച്ചേക്കണം. എസെൻഷ്യൽ ക്വാളിറ്റി ഒന്നുമില്ല, എസെൻഷ്യൽ ക്വാളിറ്റികളെല്ലാം, മനുഷ്യൻ്റെ എസെൻഷ്യൽ ക്വാളിറ്റികളെല്ലാം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു പോകുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് കൺസേൺ ഓൺലി വിത്ത് ദ സർഫസ് ആസ്പെക്ട് ലീവിങ് ദ കോർ പ്രോബ്ലം അൺടച്ച്ഡ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കോർ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനത്തുള്ള രീതിയിലാണ് ബിഹേവിയറിസം പോകുന്നത്. ഇറ്റ് ഫെയിൽസ് ടു അക്കൗണ്ട് ഫോർ ദ കോംപ്ലക്സിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ഓഫ് ലാംഗ്വേജ്. അതിൻ്റെ ഒരു ലാംഗ്വേജിൻ്റെ കോംപ്ലക്സിറ്റിയും ക്രിയേറ്റിവിറ്റി അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഇതൊരു പരാജയമാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ബിഹേവിയറിസത്തെക്കുറിച്ച് ഓർത്തിരിക്കാനുള്ളത്.
പിന്നെ ബിഹേവിയറിസത്തെക്കുറിച്ച് ഓർത്തിരിക്കുമ്പം പ്രധാനമായിട്ട് ആ 3 സയൻറ്റിസ്റ്റ് ആരൊക്കെയാണ് ആ 3 സയൻറ്റിസ്റ്റ്? ആദ്യം കൊണ്ടുവന്നത് വാട്സനാണ്. പിന്നെ ആരൊക്കെയാണ്? പാവ്ലോവ്, തോണ്ടയ്ക്ക്, വി.എഫ്. സ്കിന്നർ. വി.എഫ്. സ്കിന്നറിൻ്റെ പ്രധാനപ്പെട്ട ബുക്ക് ഏതാണ്? വി.എഫ്. സ്കിന്നറിൻ്റെ ബുക്കാണ് വേർബൽ ബിഹേവിയർ. അതിനകത്ത് ലാംഗ്വേജ് അക്വിസിഷനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബിഹേവിയറിസത്തെക്കുറിച്ച് സ്റ്റിമുലസ് റെസ്പോൺസിനെ ടച്ച് ചെയ്ത് പോകുന്നതാണ് ബിഹേവിയറിസം. ബിഹേവിയറിസത്തിനകത്ത് സ്റ്റിമുലസ് റെസ്പോൺസിനെയാണ് ടച്ച് ചെയ്ത് പോകുന്നത്. അങ്ങനത്തുള്ള പോയിൻറ്റ്സൊക്കെ അറിയാമല്ലേ?